ഹലോ സ്റ്റുഡൻസ്, ഹൗ ആർ യു? എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. പുതിയൊരു പാഠവുമായി ഞാൻ വീണ്ടും എത്തിയിരിക്കുകയാണ്. 10ാം ക്ലാസ്സിൽ നമുക്ക് അടുത്തായിട്ട് പഠിക്കാനുള്ളത് ഒരു കവിതയാണ്. അകാൽ ഓർ ഉസ്കെ ബാദ്. ഈ കവിത എഴുതിയിരിക്കുന്നത് മഹാകവി ബാബ നാഗാർജുൻ ആണ്. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് വൈദ്യനാഥ് മിശ്ര എന്നാണ്. അദ്ദേഹത്തിൻ്റെ തൂലികാ നാമമാണ് നാഗാർജുൻ എന്നുള്ളത്. ഹിന്ദി കവിതാ ലോകത്ത് എല്ലാവരും വളരെ വാത്സല്യത്തോടെ അദ്ദേഹത്തെ വിളിക്കുന്നത് ബാബ നാഗാർജുൻ എന്നാണ്. ഇദ്ദേഹം ഒരു പ്രഗതിശീൽ കവിയാണ്. എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു പുരോഗമന ചിന്താഗതിക്കാരായ കവിയാണ്. അതുപോലെ തന്നെ അദ്ദേഹം ഒരു ജനകീയ കവിയായിട്ടും അറിയപ്പെടുന്നുണ്ട്. അദ്ദേഹം ജനിച്ചത് 1911 ജൂൺ 30 ബീഹാറിലെ മധുബനി ജില്ലയിലെ സത്ലക്ക ഗ്രാമത്തിലാണ്. അച്ഛൻ്റെ പേര് ഗോകുൽ മിശ്ര, അമ്മ ഉമാദേവി. അദ്ദേഹം 1929 മുതൽ 1997 വരെ ഏകദേശം 50ഓളം കവിതകൾ എഴുതിയിട്ടുണ്ട്. ജയദേവൻ്റെ ഗീതഗോവിന്ദം സംസ്കൃതത്തിൽ നിന്നും ഹിന്ദിയിലേക്ക് തർജ്ജമ ചെയ്തത് ബാബ നാഗാർജുനാണ്. കഥകൾ കൂടാതെ കുട്ടികൾക്ക് വേണ്ടി ബാലകഥകൾ വരെ എഴുതിയ മഹാനായ ഒരു കവിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ബാല്യം വളരെ കഷ്ടപ്പാടിലും ദാരിദ്ര്യത്തിലും കൂടെ കടന്നു വന്നതായതുകൊണ്ട് അദ്ദേഹത്തിന് ജനങ്ങളുടെ ദുരിതവും ദാരിദ്ര്യവും ആശങ്കയും എക്കാലത്തും അദ്ദേഹത്തിൻ്റെ വിഷയമായിരുന്നു കവിതകളിൽ. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഭരണകൂടത്തിൻ്റെ ആർഭാടവും ധൂർത്തും എക്കാലത്തും വിമർശിച്ചിരുന്നു. മുൻ പ്രധാനമന്ത്രിമാരായിരുന്ന ജവഹർലാൽ നെഹ്റുവിനെയും അതുപോലെ അടിയന്തരാവസ്ഥ കാലത്ത് മുൻ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയെയും അദ്ദേഹം അതിരൂക്ഷമായി വിമർശിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ കവിതകളിലൂടെയും പ്രസംഗങ്ങളിലൂടെയും അനീതിക്കെതിരെ അദ്ദേഹം ശക്തമായി പോരാടിയ ഒരു കവിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ വളരെ ചെറിയ ഒരു കവിതയാണ് നമുക്ക് പഠിക്കാനുള്ള അകാൽ ഓർ ഉസ്കെ ബാദ്. കവിത ചെറുതാണെങ്കിലും അതിൻ്റെ ആശയം വളരെ വിപുലമാണ്. അപ്പോൾ നമുക്ക് ആ കവിതയിലേക്ക് പോകാം. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് എടുത്തോളൂ. അകാൽ ഓർ ഉസ്കെ ബാദ്. അകാൽ എന്ന് പറഞ്ഞാൽ ക്ഷാമവും അതിനുശേഷവും. ക്ഷാമം എന്ന് പറഞ്ഞാൽ ഒന്നും കഴിക്കാനില്ലാത്ത അവസ്ഥ, ഒരു ഭക്ഷണ സാധനങ്ങൾ യാതൊന്നും ഇല്ലാത്ത അവസ്ഥ. ഒരു രാജ്യത്തോ ഒരു വീട്ടിൽ മാത്രമല്ല, ഒരു പ്രദേശം മുഴുവനും ഭക്ഷണമൊന്നും കഴിക്കാനില്ലാത്ത അവസ്ഥ. അതാണ് ക്ഷാമകാലം എന്ന് പറയുന്നത്. അപ്പോൾ കവിത നോക്കിക്കോളൂ. കൈ ദിനോം തക് ചൂൽഹ റോയ ചക്കി രഹി ഉദാസ്, കൈ ദിനോം തക് കാനി കുത്തിയ സോയി ഉൻകെ പാസ്, കൈ ദിനോം തക് ലഗി ഫീത് പർ ചിപ്കലിയോം കി ഗസ്ത്, കൈ ദിനോം തക് ചൂഹോം കി ബി ഹാലത്ത് രഹി ശികസ്ത്. അപ്പോൾ കൈ ദിനോം തക് എന്ന് പറഞ്ഞാൽ വളരെ നാളുകളായി ചൂൽഹ രോയ. ചൂൽഹ അടുപ്പ്, തീ കത്തിക്കുന്ന അടുപ്പില്ല, അതാണ് തീ കത്തിക്കുന്ന അടുപ്പ് കരയുന്നു. ചക്കി രഹി ഉദാസ്. ചക്കി എന്ന് പറഞ്ഞാൽ ധാന്യങ്ങൾ പൊടിക്കാൻ ഉപയോഗിക്കുന്ന കല്ലാണ് പഴയ കാലത്ത്. അത് നിരാശനായിട്ടിരിക്കുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് അടുപ്പ് കരയുന്നത്? അടുപ്പ് കരയുന്നത് കൊണ്ട് കവി സൂചിപ്പിക്കുന്നത് അടുപ്പിൽ തീ ഇല്ല, തീ പുകയുന്നില്ല, അടുപ്പിൽ വെച്ച് വേവിക്കാൻ ധാന്യങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ പൊടിക്കാൻ, ഈ ചക്കി ഉപയോഗിച്ച് പൊടിക്കാൻ ധാന്യങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ കൈ ദിനോന്തോ കാണി കുത്തിയ സോയി ഉൻകെ പാസ്. കുത്തിയ എന്ന് പറഞ്ഞാൽ പെൺപട്ടിയാണ് കേട്ടോ. കാണി കുത്തിയ എന്ന് പറഞ്ഞാൽ ഒരു ഒറ്റക്കണ്ണുള്ള പട്ടി, അത് അതിൻ്റെ അടുത്ത് കിടന്ന് ഉറങ്ങിയാണ്. അപ്പോൾ ഈ അടുപ്പിൻ്റെ അടുത്ത് കിടന്ന് ഒറ്റക്കണ്ണുള്ള പട്ടി കിടന്ന് ഉറങ്ങിയാണ്. അപ്പോൾ എന്തിനാണ് സൂചിപ്പിക്കുന്നത്? ദാരിദ്ര്യം, ഒരു ക്ഷാമം, ഒരു ദാരിദ്ര്യത്തിൻ്റെ ചിത്രം നമ്മുടെ മുമ്പിൽ കവി വരച്ചു കാണിക്കുകയാണ്. അല്ലെങ്കിൽ സമ്പന്നന്മാരുടെ വീട്ടിലെ പട്ടി അങ്ങനെ ആയിരിക്കും, അടുപ്പിൻ്റെ മൂടി കിടന്നായിരിക്കും ഉറങ്ങുന്നത്? അല്ല, ഇത് പാവപ്പെട്ടവൻ്റെ വീടാണ്, ദാരിദ്ര്യമാണ്. അത് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആ പട്ടി അടുപ്പിൻ്റെ അടുത്ത് കിടന്ന് ഉറങ്ങുന്നതായിട്ട് കവി പറയുന്നത്. കൈ ദിനോം തക് ലഗി ഫീത് പർ ചിപ്കലിയോങ്കി ഗസ്ത്. അപ്പോൾ വളരെ ദിവസങ്ങളായിട്ട് ഭിത്തിയിൽ പല്ലികൾ കിടന്ന് കറങ്ങുകയാണ്. ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ കറങ്ങുക, റോന്ത് ചുറ്റുക എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്താണ്, പല്ലിക്കും രക്ഷയില്ല,
ആ വീട്ടിൽ വിളക്ക് കത്തിക്കാൻ പോലും രക്ഷയില്ല. അപ്പോൾ വിളക്ക് കത്തിക്കുമ്പോൾ ആ വിളക്കിൻ്റെ വെട്ടം കണ്ടിട്ട് ചെറു പ്രാണികളൊക്കെ വരും. ആ പ്രാണികളെ പിടിച്ചു നിന്നാണ് പല്ലികൾ ജീവിക്കുന്നത്. അപ്പം അതിൽ നിന്നും സൂചിപ്പിക്കുന്നത് എന്താണ്? ആ വീട്ടിൽ ഒരു ദീപം തെളിക്കാനുള്ള എണ്ണ പോലും ഇല്ല, കംപ്ലീറ്റ് ഇരുട്ടാണ്. അപ്പോൾ ആ ഇരുട്ട് ഉള്ള സ്ഥലത്ത് ഭിത്തിയിലൂടെ പല്ലികൾ കടന്ന് ഓടുകയാണ്. കൈ ദിനോം തക് ചൂഹോങ്ക് ബി രഹി ശികസ്ത്, ഹാലത്ത് രഹി ശികസ്ത്. അപ്പോൾ വളരെ ദിവസങ്ങളായിട്ട് എലികളുടെ അവസ്ഥയും വളരെ കഷ്ടത്തിലാണ്. ചൂഹ എലി, ഹാലത്ത് അവസ്ഥ, ശികസ് എന്ന് പറഞ്ഞാൽ കഷ്ടം, ദയനീയം എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ എലികൾ വളരെ കഷ്ടപ്പാടിലാണ്. എലികൾക്കും തിന്നാൻ ധാന്യങ്ങളൊന്നുമില്ല. നമുക്കറിയാം, എലികൾ ഒരു വീട്ടിലില്ലെങ്കിൽ അടുത്ത വീട്ടിലേക്ക് പോകും. അതും അല്ലെങ്കിൽ അത് ധാന്യങ്ങൾ വിളയുന്ന പാടങ്ങളിൽ പോയി ധാന്യങ്ങൾ തിന്നും, അല്ലാതെ ശേഖരിച്ചുകൊണ്ട് വരും. അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്? ആ പ്രദേശം മുഴുവനും ദാരിദ്ര്യമാണ്. ആ പ്രദേശത്തെ ഒരു വീട്ടിൽ പോലും കഴിക്കാൻ ഒന്നുമില്ല, ഒരു വീട്ടിൽ പോലും തീ പുകയുന്നില്ല. അതുപോലെ സർവത്ര ദാരിദ്ര്യം. അപ്പം ഈ ദാരിദ്ര്യത്തിൻ്റെ ഒരു ചിത്രം, ക്ഷാമത്തിൻ്റെ ഒരു ചിത്രം നമ്മുടെ മുമ്പിൽ കവി വരച്ചു കാട്ടുകയാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് യാതൊരുവിധ ധാരണയും ഉണ്ടാകില്ല. പക്ഷെ നമ്മൾ ചിന്തിച്ചു നോക്കണം. ഭക്ഷണമൊന്നും കഴിക്കാനില്ലാത്ത ഒരവസ്ഥ, ഒരു മണി അരി പോലും ഇല്ല, ഒരു മണി ഗോതമ്പ് പോലും ഇല്ല, കഴിക്കാൻ യാതൊന്നും ഇല്ലാത്തൊരവസ്ഥ ഒരു രാജ്യത്ത് സംജാതമാകുകയാണെങ്കിൽ എങ്ങനെയിരിക്കും? അതാണ് കവി നമ്മുടെ മുമ്പിൽ വരച്ചു കാട്ടുന്നത്. ഒരുപക്ഷെ കവി ഇങ്ങനെ ഒരു കവിത എഴുതാൻ കാരണം അദ്ദേഹത്തിൻ്റെ ബാല്യത്തിലൂടെ അനുഭവിച്ചു വന്ന ദാരിദ്ര്യവും കഷ്ടപ്പാടും ആയിരുന്നിരിക്കാം. ഓക്കെ, അടുത്ത സ്റ്റാൻസ് നോക്കിയുള്ളൂ. ദാനെ ആയെ ഘർ കെ അന്തർ കൈ ദിനോं के बाद धुआं उड़ा आंगन से ऊपर कई दिनों के बाद चमक कुड़ी घर भर की आंखें कई दिनों के बाद कौवे ने खुजलाई पांखें कई दिनों के बाद. അപ്പോൾ ധാനെ ആയ ഘർക്കെ അന്തർ, ധാന്യം എന്ന് പറഞ്ഞാൽ ധാന്യം, ധാന്യം വന്നു വീടിനുള്ളിൽ വളരെ ദിവസങ്ങൾക്ക് ശേഷം, ഇപ്പോൾ വളരെ നാളുകൾക്ക് ശേഷം വീട്ടിൽ ധാന്യം വന്നു. ദുവാ ഉട ആങ്കൻസെ ഊപ്പർ കൈ ദിനങ്ങൾ, ദുവ എന്ന് പറഞ്ഞാൽ പുക ഉയർന്നു, മുറ്റത്തിന് മുകളിൽ പുക ഉയർന്നു അനേകം ദിവസങ്ങൾക്ക് ശേഷം. ചമക്കുടി ഘർബർക്കി ആംഖേം കൈ ദിനോങ്കെ പാത്, ചമക്കുടി എന്ന് പറഞ്ഞാൽ തിളങ്ങി, വീടിനുള്ളിലെ കണ്ണുകളെല്ലാം തിളങ്ങി ധാന്യങ്ങൾ കണ്ടപ്പോഴത്തേക്ക്. അപ്പോൾ പല്ലിയുടെയും പട്ടിയുടെയൊക്കെ കണ്ണ് തിളങ്ങി ധാന്യങ്ങൾ കണ്ടപ്പോഴത്തേക്ക്. കൗവനെ കുചലായി പാങ്കേം കൈ ദിനോങ്കെ ബാദ്, കൗവ എന്ന് പറഞ്ഞാൽ കാക്ക, കാക്ക തൻ്റെ തൂവലുകളൊക്കെ മിനുക്കാൻ തുടങ്ങി വളരെ ദിവസങ്ങൾക്ക് ശേഷം. അപ്പോൾ ധാന്യം വന്നു, വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കി, എല്ലാവർക്കും കിട്ടി, എല്ലാവരും തൃപ്തരായി. അപ്പോൾ അതിൻ്റെ ബാലൻസൊക്കെ കാക്കയ്ക്കും കിട്ടി, കാക്കയ്ക്കും തൃപ്തിയായി. അപ്പോൾ കവി ആദ്യത്തെ സ്റ്റാൻസയിൽ ശ്രദ്ധിക്കുക, കൈ ദിനോം തക്ക് എന്നുള്ളത് ആദ്യം പറഞ്ഞു അല്ലേ? നിങ്ങളൊന്ന് നോക്കിക്കോളൂ. ഫസ്റ്റ് സ്റ്റാൻസയിൽ കൈ ദിനോം തക്ക് ആദ്യം പറഞ്ഞു. രണ്ടാമത്തെ സ്റ്റാൻസയിൽ കൈ ദിനോം കെ ബാദ് അത് അവസാനം പറയുന്നു. അപ്പോൾ ഇതിൽ നിന്നും, ഈ കവിതയിൽ നിന്നും നമ്മൾക്ക് മനസ്സിലാകുന്നത് എന്താണ്? ആദ്യം കവി വളരെ ദുരിതപൂർണമായ ഒരു ക്ഷാമത്തിൻ്റെ ചിത്രം വരച്ച് കാണിക്കുന്നുണ്ട് നമ്മുടെ മുമ്പിൽ. അത് നമുക്ക് ഒരു നിരാശയാണ് തരുന്നത്. എന്നാൽ അടുത്ത സ്റ്റാൻസിലേക്ക് വരുമ്പോഴോ ധാന്യം വന്നു, വീടുകളിലുള്ള കണ്ണുകളൊക്കെ തിളങ്ങി, എല്ലാവർക്കും ആശ്വാസമായി, സന്തോഷമായി. അതെന്താണ് സൂചിപ്പിക്കുന്നത്? പ്രത്യാശയാണ്. അപ്പോൾ കഷ്ടകാലം അല്ലെങ്കിൽ ദാരിദ്ര്യം അല്ലെങ്കിൽ ക്ഷാമം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മാറി ഒരു നല്ല കാലം ഉണ്ടാകും. അപ്പോൾ എൻ്റെ അവസ്ഥ മോശമാണ്, എനിക്ക് ദാരിദ്ര്യമാണ്, എനിക്ക് കഷ്ടപ്പാടാണ് എന്ന് കരുതി നിരാശപ്പെടരുത്. ഇതെല്ലാം മാറുന്ന ഒരു ദിവസം തീർച്ചയായിട്ടും ഉണ്ടാകും. അപ്പോൾ കവി നമ്മിലൊരു പ്രത്യാശ നിറയ്ക്കുകയാണ്. ദാനെ ആയ ഘർക്കെ അന്തർ കൈ ദിനോം കെ ബാദ് ധുവാ ഉട ആഗൻ സെ ഊപ്പർ കൈ ദിനോം കെ ബാദ്. അപ്പോൾ ഈ ധുവാ എന്ന് പറഞ്ഞാൽ പുക, ആ പുക പ്രത്യാശയുടെ പുകയാണ്. അപ്പോൾ ഒരിക്കലും നിരാശപ്പെടരുത്, തീർച്ചയായിട്ടും നല്ലൊരു നാളെ ഉണ്ടാകും എന്നുള്ള ഒരു ആത്മവിശ്വാസത്തോടു കൂടി വേണം നമ്മൾ എന്നും ജീവിക്കാനും മുമ്പോട്ട് പോകാനും. ഓക്കെ, അകാൽ ഓർ ഉസ്കെ ബാദ് എന്ന കവിത നമ്മൾ പഠിച്ചു കഴിഞ്ഞു. പക്ഷെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രസക്തമായ ഒരു ചോദ്യമുണ്ട്. എങ്ങനെയാണ് അകാൽ അല്ലെങ്കിൽ ക്ഷാമം ഉണ്ടാകുന്നത്? ക്ഷാമം ഉണ്ടാകുന്നത് കൂടുതലും കൃഷി നശിക്കുന്നത് കൊണ്ടാണ്.
കൃഷിയുടെ നാശമാണല്ലോ ധാന്യങ്ങളുടെ ഉൽപ്പാദനത്തിനും പച്ചക്കറികളുടെയൊക്കെ ഉൽപ്പാദനത്തിന് തടസ്സമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഈ കൃഷി എങ്ങനെ നശിക്കുന്നു? അത് പ്രകൃതി ദുരന്തങ്ങൾ കൊണ്ട്, അതിവൃഷ്ടി, അതായത് കൂടുതൽ വെള്ളപ്പൊക്കം അല്ലെങ്കിൽ വരൾച്ച, ഇങ്ങനെ പ്രകൃതിയിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ കൊണ്ടാണ് ഇങ്ങനെയുള്ള കൃഷിനാശം സംഭവിക്കുന്നത്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ്? ഇത് പ്രകൃതിയിൽ മനുഷ്യൻ അനിയന്ത്രിതമായി കൈകടത്തുന്നതുകൊണ്ട് സംഭവിക്കുന്ന കാര്യമാണ്. മനുഷ്യൻ്റെ സ്വാർത്ഥപൂർണമായ ഇടപെടൽ മൂലം ധാരാളം നാശനഷ്ടങ്ങൾ പ്രകൃതിക്ക് സംഭവിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് വനനശീകരണം, വനത്തിലെ മരങ്ങളൊക്കെ വെട്ടിക്കൊണ്ടുപോരുക, അതുപോലെ നദിയിൽ നിന്നും അനിയന്ത്രിതമായിട്ട് മണൽ വാരുക, പാറ പൊട്ടിച്ചുകൊണ്ട് പോരുക, ക്വാറികൾ നടത്തുക, കരിമണൽ ഖനനം ചെയ്യുക, പ്രകൃതി ജലസ്രോതസ്സുകൾ മലിനമാക്കുക, വായുമലിനീകരണം നടത്തുക, ജലമലിനീകരണം നടത്തുക. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള മനുഷ്യൻ്റെ അനിയന്ത്രിതമായ പ്രവൃത്തി കൊണ്ടാണ് ഈ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ മോശമാകുന്നതും ഇതുപോലെയുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്നതും. അപ്പോൾ നമ്മൾ പ്രകൃതി സമ്പത്തുകൾ, നാച്ചുറൽ റിസോഴ്സസ് സംരക്ഷിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. തരിശായിട്ട് കിടക്കുന്ന പാടമാണെങ്കിൽ പോലും അവിടെ പൂഴിയിട്ട് നികത്തരുത്. കാരണം അവയൊക്കെ ജലസ്രോതസ്സുകളാണ്. ജലത്തെ അവിടെ ഭൂമിക്ക് അടിയിലോട്ട് താഴ്ന്നിറങ്ങാൻ സഹായിക്കുന്ന സ്ഥലങ്ങളാണ് അവയൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഇന്ന് ആൾക്കാർ മണ്ണിട്ട് നികത്തി വരികയാണ്. അതുകൊണ്ട് കൂടുതൽ വരൾച്ച ഉണ്ടാകുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം. പ്രകൃതിക്ക് ഒരു ദോഷവും സംഭവിക്കാതെ പ്രകൃതി വിഭവങ്ങളെ നമ്മൾ സംരക്ഷിച്ചുകൊണ്ട് വേണം എല്ലാ കാര്യങ്ങളും ചെയ്യാൻ. എങ്കിൽ മാത്രമേ ഇതുപോലെയുള്ള ക്ഷാമങ്ങളും കൊടിയ വരൾച്ചയും വെള്ളപ്പൊക്കവും ഒക്കെ ഉണ്ടാകാതിരിക്കുകയുള്ളൂ. അത് നമ്മൾ അറിയണം. അതോടൊപ്പം തന്നെ നമ്മൾ മറ്റുള്ളവരെ ബോധവൽക്കരിക്കുകയും കൂടി ചെയ്യണം. അപ്പോൾ ഇതും ഈ കവിതയോടനുബന്ധിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ കൂടിയാണ്. ഓക്കെ, ഈ കവിത നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഞാനിടുന്ന ഓരോ പാഠങ്ങളുടെയും വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അപ്പോൾ ഇനിയൊരു പാഠവുമായിട്ട് വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ.